കാട്ടാനശല്യം രൂക്ഷമായ ചിന്നക്കനാൽ 301 ഉന്നതിയിൽ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ കോർഡിനേഷൻ കമ്മിറ്റി അംഗം കെ ബുൾബേന്ദ്രൻ സന്ദർശനം നടത്തി. ഉന്നതിയിൽ നിന്നും കുട്ടികളെ സുരക്ഷിതമായി സ്കൂളിലെത്തിക്കാൻ വാഹന സൗകര്യവും പ്രതിരോധ സംവിധാനങ്ങളും അടിയന്തരമായി നടപ്പിലാക്കേണ്ടതുണ്ടെന്നും കുടിനിവാസികളെ ഒഴിപ്പിക്കുകയെന്നത് പ്രായോഗികമല്ലെന്നും കെ ബുൾബേന്ദ്രൻ പറഞ്ഞു. ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി ജില്ലാ കളക്ടർ നൽകുമെന്നും ബുൾബേന്ദ്രൻ വ്യക്തമാക്കി. കാട്ടാനകൾക്ക് നടുവിലാണ് ആദിവാസി കുടുംബങ്ങളുടെ ജീവിതം. കുടിയിരുത്തി 26 വർഷം പിന്നിടുമ്പോൾ കുടുംബങ്ങളെ ഒഴിപ്പിക്കുക എന്ന് പറയുവാൻ എളുപ്പമാണ്. എന്നാൽ അത് പ്രായോഗികമല്ല. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് സ്കൂളുകളിലെത്താൻ വാഹന സൗകര്യമൊരുക്കണം. ശക്തമായ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുകയും വേണം. മാറ്റുന്നത് സംബന്ധിച്ച് വിശദമായ പഠനം നടത്തണമെന്നും കെ ബുൾബേന്ദ്രൻ പറഞ്ഞു. ഇവർക്ക് സ്കൂളിൽ പോകാൻ ഏറ്റവും അത്യാവശ്യമായിട്ട് കളക്ടർ ഇടപെട്ടുകൊണ്ട് ചെയ്യേണ്ടത് ഇവരുടെ കുട്ടികളെ സ്കൂളിൽ വിടാനെങ്കിൽ ഒരു സ്കൂൾ ബസ്, ചെറിയ വണ്ടി ഇതിലെ കടന്നു പോകുന്ന ജീപ്പെങ്കിലും അറേഞ്ച് ചെയ്ത് ഇവർക്ക് കൊടുക്കണം. അതുപോലെ തന്നെ ശക്തമായിട്ട് തന്നെ ആനകളുടെ മേഖലയാണ്, ആനകളുടെ ആവാസ വ്യവസ്ഥയാണ്. ഇവരെ കൊണ്ടുവന്ന് ഇവിടെ കുടിയിരുത്തിയ സ്ഥിതിക്ക് ഇവരുടെ വീടുകളും വഴിയിൽ നിന്ന് ആന ആക്രമിക്കാത്ത രീതിയിൽ ശക്തമായ രീതിയിൽ ട്രെഞ്ചോ ഫെൻസിങ്ങോ ഉടനടി ചെയ്യുക. അല്ലാതെ ഇവരെ ഇവിടുന്ന് മാറ്റുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. കാരണം മാറ്റാൻ എളുപ്പമല്ല. കാരണം ഇത്രയും കുടുംബങ്ങൾക്ക് സ്ഥലം ഇന്നും കിടക്കുവാണ്. ആന അടിച്ചിങ്ങനെ 47ാമത്തെ ആളെയും കൊന്നു കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ പലായനം ചെയ്താണ്. പക്ഷെ അവരുടെ ചങ്കും ഊരും എല്ലാം ഇവിടെ കിടക്കുകയാണ്. അവർക്ക് കിടക്കാനുള്ള സ്ഥലം ഇവിടെ കിടക്കുകയാണ്. വാടകയ്ക്കൊക്കെ പോയി അവർ താമസിക്കുന്നത്. ആനശല്യം രൂക്ഷമാകാൻ കാരണം ആദിവാസി കുടുംബങ്ങളല്ല, മറിച്ച് റിസോർട്ട് മാഫിയായുടെ കടന്നുകയറ്റവും JCB അടക്കമുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള നിർമ്മാണങ്ങളാണെന്നും ഇക്കാര്യങ്ങളിലെല്ലാം നടപടി ഉണ്ടാകണമെന്നും ബുൾബേന്ദ്രൻ പറയുന്നു. ഇപ്പൊ ആന ഇവർക്കല്ല ശല്യം. നാട്ടുകാർ ഇവിടെ കയറി, റിസോർട്ട് മാഫിയകൾ കയറുന്നു, ഏലകൃഷിക്ക് നാട്ടുകാർ കയറുന്നു, യന്ത്രങ്ങൾ ഇന്നിപ്പോ ഇപ്പൊ അവിടെ കിടക്കണു. ഇതിന്റെ എല്ലാം ഒച്ചവും ബഹളം കേട്ട് ആന വയലന്റ് ആകുമ്പോഴും ഇവരങ്ങ് പോകും വൈകുന്നേരം. പിന്നെ ഇവരുടെ പിള്ളേരോ ഇവരോ വേണം ചവിട്ട് മേടിക്കാൻ ആനയുടെ. അതുകൊണ്ട് ഇതിനൊക്കെ ശക്തമായിട്ട് DFOയും കളക്ടറും എല്ലാം ശ്രദ്ധിച്ച് ഈ ട്രസ്പാസ് ഇവിടെ പുറമേ നിന്നുള്ള ആളുകളുടെ ട്രസ്പാസ് ഞങ്ങൾ നേരിട്ട് കണ്ടു. യന്ത്രങ്ങൾ വന്ന് JCBക്കാ പണിയുന്നത്. തൊട്ടടുത്ത് ആന നിൽക്കുക, അതെല്ലാം നിർത്തിക്കണം. ഞങ്ങൾ ഇതിനെതിരെ റിപ്പോർട്ട് ഉടനടി തന്നെ കളക്ടർക്കും അതുപോലെ വനം മന്ത്രിക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും റിപ്പോർട്ട് കൊടുക്കുന്നതാണ്. നേരിട്ടെത്തി ബോധ്യപ്പെട്ട വിഷയങ്ങൾ ബന്ധപ്പെട്ട അധികൃതരെ നേരിട്ടറിയിക്കും. കാട്ടാന പ്രതിരോധത്തിന് ആവശ്യമായ പഠനം നടത്തി ശാശ്വതമായ പ്രതിരോധ മാർഗങ്ങൾ നടപ്പിലാക്കണമെന്നും ബുൾബേന്ദ്രൻ ആവശ്യപ്പെട്ടു. സിറ്റി വിഷൻ, ചിന്നക്കനാൽ.